ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആ വാഴവെട്ട് എന്ന പാഠഭാഗത്തിൻ്റെ മുഴുവൻ ചോദ്യോത്തരങ്ങളുമാണ്. അപ്പോൾ ആ വാഴവെട്ട് എന്ന പാഠഭാഗം നിങ്ങൾ വായിച്ചു കാണും. മാർക്കോസ് ചേട്ടനാണ് അതിലെ പ്രധാന കഥാപാത്രം. കൃഷി ജീവനോപാധിയായും അതേപോലെ തന്നെ പ്രാണനായും കൊണ്ടു നടക്കുന്ന ഒരു കർഷകനാണ്. അപ്പോൾ വീട്ടുമുറ്റത്തിലെ വാഴക്കുലകൾ വിറ്റ് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ ഈ വാഴകളെ സ്വന്തം മക്കൾക്ക് കണക്ക് സ്നേഹിക്കുന്നതും ഒരു കർഷകനാണ് മാർക്കോസ് ചേട്ടൻ. വീട്ടിലെ വാഴക്കുലകൾ വിറ്റ് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തുകയും അതേപോലെ തന്നെ മക്കൾക്ക് തുല്യം സ്നേഹിക്കുകയും ചെയ്യുകയാണ്. ഈ വാഴകളെ മക്കൾ തുല്യം സ്നേഹിക്കുകയാണ്. അങ്ങനെയുള്ള വാഴയെ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിക്കാൻ സർക്കാരിൻ്റെ ഉത്തരവിറങ്ങുന്നു. അപ്പോൾ ഉത്തരവിറങ്ങുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ വളരെയധികം ഉത്സുകത കാണിക്കുന്ന ഉദ്യോഗസ്ഥർ കർഷകനോട് വാഴകൾ ഉടനെ നശിപ്പിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ തൻ്റെ ഉപജീവന മാർഗം ഇല്ലാതാവുകയാണ്. അതിൽ മാർക്കോസ് ചേട്ടൻ വളരെ ദുഃഖിതനാവുകയാണ്. ഇപ്പോൾ അധികാരികൾ ഇങ്ങനെ ഓരോ ഉത്തരവിറക്കുമ്പോൾ അതിനു മുന്നിൽ ജീവിതമാർഗം നഷ്ടപ്പെട്ട മാർക്കോസ് ചേട്ടൻ ചോദ്യചിഹ്നമായി മാറുകയാണ്. അപ്പോൾ കർഷകൻ എപ്പോഴും നേരിടുന്ന ഒരു അവഗണന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഒരു മനസ്സാക്ഷി ഇല്ലായ്മ ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു കഥയാണ് വാഴവെട്ട്. ഇത് എഴുതിയത് പൊൻകുന്നം വർക്കിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അത്യധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ച, ആ കർഷക കുടുംബത്തിൻ്റെ തണൽ. മണ്ണിനോടും കൃഷിയോടുമുള്ള മാർക്കോസിൻ്റെയും റാഹലിൻ്റെയും ആഭിമുഖ്യം ഈ വരികളിൽ തെളിയുന്നുണ്ട്. വിശകലനം ചെയ്യുക. കാർഷിക വൃത്തി പ്രാണനായും ജീവനോപാധിയായും കൊണ്ടു നടന്ന ഒരു കർഷകനാണ് മാർക്കോസ് ചേട്ടൻ. പുരയിടത്തിലെ വാഴക്കുലകൾ വിറ്റ് ജീവിതവൃത്തി നടത്തുകയും ചെയ്യുന്ന മാർക്കോസ് ചേട്ടൻ ദാരിദ്ര്യത്തോട് പടവെട്ടിയാണ് ജീവിക്കുന്നത്. ആഹാരത്തിനും സ്വന്തം ആവശ്യങ്ങൾക്കും പണമുണ്ടാക്കി കൊടുക്കുന്ന വാഴകളെ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് നശിപ്പിക്കാൻ സർക്കാർ ഉത്തരവിറക്കുന്നു. വിളകൾക്കുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന കൃഷിക്കാരനാണ് മാർക്കോസ്. വാഴത്തോട്ടത്തിലെ വാഴകൾക്ക് രോഗമില്ല എന്നുള്ളത് ഉള്ളിൽ തട്ടിയ വിശ്വാസമായിരുന്നു. മക്കളെ വീഴ്ത്താൻ കഴിയാത്ത പിതാവിന് മക്കളായ വാഴകളെയും നശിപ്പിക്കാൻ കഴിയാതെ കൃഷിയെ മക്കളായി കൊണ്ട് പരിപാലിക്കുന്നതാണ് മാർക്കോസിൻ്റെ ജീവിതം. വെയിൽ കിളക്കുന്ന പിതാവിന് ദാഹജലം എത്തിച്ചും പിതാവിൻ്റെ അധ്വാനത്തെ ആദരിച്ചും വാഴ കൃഷിയെ ജീവനോപാധിയായി കരുതുന്ന ജീവിതമാണ് റാഹേലിൻ്റേത്. അടുത്ത ചോദ്യം നോക്കാം. വാഴ വെട്ടാൻ ഓർഡർ പാസ്സായ കാര്യം തനിക്കറിഞ്ഞുകൂടെ? ഈ വാഴകളെല്ലാം രോഗമാണ്, വേഗം വെട്ടിക്കളയാൻ. രോഗം വന്നാൽ എല്ലാം വെട്ടിക്കളഞ്ഞാൽ മതിയോ? വ്യത്യസ്തമായ 2 കാഴ്ചപ്പാടുകൾ വായിച്ചല്ലോ. പാഠഭാഗം ആസ്പദമാക്കി ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. കഷ്ടിച്ച ഒരേക്കർ സ്ഥലമേ അദ്ദേഹത്തിനുള്ളൂ. അത്യധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ചപ്പ്. ജീവിതം കരുപിടിക്കാൻ നന്നേ കഷ്ടപ്പെടുകയാണ് മാർക്കോസ് ചേട്ടൻ. ആ സാഹചര്യത്തിലാണ് രോഗഭീഷണി ആരോപിച്ച് വാഴകൾ വെട്ടിക്കളയാനുള്ള ഉത്തരവിറങ്ങുന്നത്. ഭരണകൂടത്തിൻ്റെ നിയമപാലന വ്യഗ്രതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇരകളായ ജനങ്ങളുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ നേർചിത്രമായാണ് ഈ വാചകത്തിലൂടെ മനസ്സിലാവുന്നത്. എന്തു വന്നാലും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അറിയാതെ ലാഭനഷ്ടങ്ങൾ നോക്കാതെ നിയമം നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധികളാണ് കഥയിലെ ഉദ്യോഗസ്ഥർ. കുഞ്ഞുങ്ങളെപ്പോലെ സംരക്ഷിച്ച വാഴകൾ നശിപ്പിക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് മാർക്കോസ് ചേട്ടൻ പറയുന്നുണ്ടെങ്കിലും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും അധികാരം കാട്ടുന്ന മനുഷ്യത്വമില്ലായ്മ നമുക്കിവിടെ കാണാം. കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടും മനസ്സിലാക്കാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. അധികാരികളുടെ വികലമായ തീരുമാനങ്ങൾ വാഴകൾക്ക് കേടുവന്നതുകൊണ്ട് വാഴ കൃഷി തന്നെ ഇല്ലാതാക്കും. വാഴകൾക്ക് രോഗമുണ്ടെന്ന് പറയുന്നത് കൃഷിക്കാരനാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല. ഈ നിലപാടാണ് മാർക്കോസ് ചേട്ടൻ്റേത്. നല്ല കർഷകൻ കാർഷിക വിളകൾക്ക് രോഗം വന്നാൽ അത് തിരിച്ചറിയാനാകും. മനുഷ്യത്വമില്ലാതെ നിയമനിർവ്വഹണത്തിൻ്റെ പ്രതിനിധികളായാണ് ഉദ്യോഗസ്ഥർ. എല്ലാത്തിൽ നിന്നും ലാഭം മാത്രം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ലാഭകരമല്ലാത്തതിനെ നിലനിർത്തുന്നതിന് നഷ്ടമായി ഇക്കൂട്ടർ കരുതുന്നു. അധികാരികളുടെ നയങ്ങൾ പലപ്പോഴും കൃഷിയെയും കർഷകനെയും വളർത്താനല്ല തളർത്താനാണ് ഇടവരുത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മക്കളും മണ്ണും വാഴകളും മാർക്കോസിന് ഒരുപോലെയാണ്. ഈ പ്രസ്താവന വാഴവെട്ട് എന്ന കഥ ആസ്പദമാക്കി വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക.
മക്കളും മണ്ണും വാഴകളും മാർക്കോസിന് ഒരുപോലെ തന്നെയാണ്. അത്രമാത്രം ആത്മബന്ധമാണ് അദ്ദേഹത്തിന് മക്കളോടും മണ്ണിനോടും വാഴകളോടും. ആവശ്യമായ ആഹാരവും പരിചരണങ്ങളും നൽകി മക്കളെ സ്നേഹിച്ചു വളർത്തുന്നത് പോലെയാണ് വാഴകളെ അദ്ദേഹം പരിപാലിക്കുന്നത്. വളരെ തുച്ഛമായ ആഹാരം കഴിച്ച് ചാണകവും ചാരവും ഇട്ട് വളർത്തുന്ന വാഴകളുടെ വളർച്ചയെ മക്കളുടെ വളർച്ചയായാണ് അയാൾ കരുതുന്നത്. അധ്വാനം മുഴുവൻ മക്കളുടെ ഉയർച്ചയ്ക്കായി സമർപ്പിക്കുന്ന മാർക്കോസ് മണ്ണിൻ്റെയും വാഴയുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്. മാർക്കോസിൻ്റെ ആനന്ദം മണ്ണിനെ ഒരുക്കി കൃഷി ചെയ്യുമ്പോൾ കൈവരുന്ന സന്തോഷമാണ്. തൻ്റെ അധ്വാനത്താൽ വളർച്ച തഴച്ച വാഴകൾ അയാൾക്ക് പൗലോസിനെയും ജോണിയെയും റാഹേലിനെയും പോലെയാണ്. മക്കളോടുള്ള സ്നേഹവും വിശ്വാസവും മാർക്കോസിന് മണ്ണിനോടുമുണ്ട്. വാഴകൾക്കുള്ള രോഗം മാറാൻ നാട്ടിലെ വാഴകൾ മുഴുവൻ വെട്ടിമാറ്റാൻ ഉത്തരവിട്ടത് കർഷകർ നടപ്പിലാക്കിയോ എന്ന് അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരോട് വാഴകൾക്ക് രോഗമില്ല എന്ന് ഉറപ്പിച്ചു മാർക്കോസ് പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ്റെ അനുഭവജ്ഞാനം വാഴയോടൊത്ത് താമസിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ രോഗവും സുഖാവസ്ഥയും എല്ലാം മനസ്സിലാകൂ എന്ന പ്രായോഗിക അറിവാണ് മാർക്കോസ് പങ്കുവയ്ക്കുന്നത്. മണ്ണിനു ഫലപുഷ്പങ്ങളെ കൈകനികൾക്ക് വന്നു ചേർന്ന മാറ്റം മാർക്കോസ് ഉദ്യോഗസ്ഥർക്കു മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ അന്ത്യശാസനയെ മാനിച്ച് മനസ്സില്ലാ മനസ്സോടെ വാഴകൾ വെട്ടരിവാൾ കൊണ്ടുള്ള ഉപയോഗിച്ചുള്ള ആദ്യത്തെ വെട്ട് വാഴപ്പിണ്ടി കഷ്ണത്തിൽ പിന്നിട്ട ശേഷം മാർക്കോസിൻ്റെ ഇടത്ത് കാൽമുട്ട് ചെന്ന് കൊണ്ടു. അയാൾ വീണു. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് വാഴ വെട്ടിക്കുമെന്ന് അയൽക്കാർ പറഞ്ഞപ്പോൾ താൻ തന്നെ തൻ്റെ വാഴകളെ വെട്ടിമുറിക്കണമല്ലോ എന്ന് വിചാരിച്ച് അയാളുടെ നെഞ്ചുരുകി. ഈ വാഴകളെ വെട്ടുന്നതിനേക്കാൾ ഭേദം തൻ്റെ മക്കളെ വെട്ടിക്കളയുന്നതല്ലേ എന്ന് ചിന്തിച്ചു. ഒരു പൂവൻ വാഴയുടെ ചുവട്ടിലെത്തിയ മാർക്കോസ് ചേട്ടൻ ഒറ്റ വെട്ടിനെ 2 തുണ്ടമാക്കാനാണ് പോയതെങ്കിൽ അയാളുടെ കൈ ഉയരുന്നില്ല. ഉണങ്ങിയ വാഴപ്പൂള് നീക്കി കഴിഞ്ഞ ശേഷം അയാൾ അവിടെ നിന്ന് പോയി. അന്ന് വരെ വാഴച്ചുവട്ടിൽ ഒഴിച്ചിട്ടുള്ളത് ജലവും വിയർപ്പ് തുള്ളിയുമായിരുന്നെങ്കിൽ ഇന്ന് കണ്ണീരാണ് ഒഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ വാഴകളും പങ്കുചേരുന്നു. സങ്കടത്തിൽ താങ്ങാവുന്ന നല്ലൊരു സുഹൃത്തിനെ പോലെ വാഴത്തൈകൾ മന്ദമായി വീശി അയാളെ ആശ്വസിപ്പിച്ചു. ചോര ഒലിപ്പിച്ചുകൊണ്ട് ഓരോ വാഴകളും എഴുന്നേറ്റ് നിന്ന് മാർക്കോസ് ചേട്ടൻ സ്വപ്നത്തിൽ സംസാരിക്കുന്നു. കർഷകരോട് നീതി പുലർത്താത്ത ഇന്നത്തെ ഭരണരീതി മാറുമെന്നും കർഷകരുടെ രാജ്യം വരുമെന്നും സ്വതന്ത്രമായ ആ ഭൂമി വെച്ച് വീണ്ടും കാണാമെന്നും പറഞ്ഞുകൊണ്ട് വാഴത്തൈകൾ ആ കർഷകൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ വിത്തുകൾ പാകുന്നു. കഥാന്ത്യത്തിൽ വാഴത്തൈകൾ അയാളുടെ വിരലുകളിൽ എല്ലാ വേദനകൾക്കും ആശ്വാസമെന്ന പോലെ വെണ്മയുടെ ലേപനം പുരട്ടുന്നു.